ബഡ്ജറ്റഡ് ആയിട്ട് വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തറ പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ പണിയുന്ന സമയത്ത്, ഫൗണ്ടേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നതോടുകൂടെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് കൂടും. കാരണം അതിൻ്റെ ലേബർ, സിമെൻറ്റിൻ്റെ എക്സ്പെൻസ്, അതുപോലെ തന്നെ അതിലേക്കുള്ള റാൻഡം റബിൾ മേസണറി എന്നൊക്കെ പറയുന്ന ഫൗണ്ടേഷനാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ നമ്മൾ മഴക്കാലത്തൊക്കെ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റഡ് ആയിട്ട് വീട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 ടിപ്പുകളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജനറൽ ആയിട്ട് നിങ്ങൾ ബഡ്ജറ്റഡ് ആയിട്ടാണ് വീട് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഒരു നട്ടെല്ല് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് വീടിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ എൻറ്റയർ ലോഡ് എടുക്കുന്നത് ഈ ഒരു അടിത്തറയായിരിക്കും. ബഡ്ജറ്റഡ് ആയിട്ട് വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തറ പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ പണിയുന്ന സമയത്ത്, ഫൗണ്ടേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മുടെ പറമ്പ് ചൂസ് ചെയ്യുന്നത് തൊട്ട് നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ആ ഒരു പറമ്പിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിൻ്റെ സ്ട്രെങ്ത്, ആ മണ്ണിൻ്റെ എന്ത് ടൈപ്പ് ഓഫ് സോയിലാണ് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങും എത്ര ഫ്ലോറുള്ള ബിൽഡിംഗ് ആണ്, അത് എത്രത്തോളം വെയിറ്റ് വരും, എന്ത് കൺസ്ട്രക്ഷൻ ആണെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫൗണ്ടേഷൻ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ വാങ്ങുന്ന ഭൂമി ഇത്തരത്തിലുള്ള നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റുന്ന പറമ്പാണ് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു പറമ്പ്, നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾ മേടിക്കാൻ. നിങ്ങൾ ഓൾറെഡി ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് അവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാന്നുള്ളതേ വഴിയുള്ളൂ. അതല്ല, നിങ്ങൾ ഇത്തരത്തിലൊരു ബഡ്ജറ്റായിട്ട് വീട് വെക്കണം, അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലമൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടും. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറും ആറ്റിക്കലായിട്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പല പ്രോജക്റ്റിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീടൊക്കെ തന്നെയായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ പറമ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള നമ്മുടെ സോയിൽ കണ്ടീഷനൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും വലിയൊരു കോസ്റ്റ് നമുക്ക് ഫൗണ്ടേഷനൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ചില പ്രൊജക്റ്റുകളൊക്കെ നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം ഡീപ്പായിട്ടുള്ള ഫൗണ്ടേഷൻ്റെ ഡെപ്ത് കൂടുന്തോറും, അല്ലെങ്കിൽ നിങ്ങളെ പ്രോപ്പർട്ടിയിൽ ചെളി വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാൻഡ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കോസ്റ്റ് കൂടുക എന്നുള്ള ഒരു സാഹചര്യം വരും. ഷാലോ ആയിട്ടുള്ള, അതായത് ഡെപ്ത് കുറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യുന്നതിനാണ് നമുക്ക് എപ്പോഴും കോസ്റ്റ് കുറയുക. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് അത്യാവശ്യം തെറ്റില്ലാത്ത അല്ലെങ്കിൽ തിരക്കേടില്ലാത്ത ഉറപ്പുള്ള ഭൂമി കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെ തരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട് എന്നുള്ളത് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് അത്തരത്തിലുള്ള ഫൗണ്ടേഷൻ ഏതൊക്കെ തരത്തിലുള്ള പറമ്പിലായിരിക്കും അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലായിരിക്കും ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതും ഞാനൊന്ന് പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റബിൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാൻഡം റബിൾ മേസണറി എന്നൊക്കെ പറയുന്ന ഫൗണ്ടേഷനാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പറമ്പിൽ നമ്മൾ ഫൗണ്ടേഷനുള്ള പിറ്റൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ അതിനകത്ത് കരിങ്കല്ല് കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? കരിങ്കല്ലുകൾ, വലിയ സൈസിലുള്ള കരിങ്കല്ലുകൾ കൊണ്ടുപോയിട്ട് അതിനകത്ത് നമ്മൾ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് അതിനെ തരിപ്പിക്കുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിനെ സെറ്റിൽ ചെയ്യുക എന്നൊക്കെ പറയും. അത്തരത്തിൽ ചെയ്യുന്ന ഫൗണ്ടേഷനാണ് ഏറ്റവും ചീപ്പറായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരു നില അല്ലെങ്കിൽ 2 നില വീട്, നമ്മളെ പറമ്പിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 3 അടി 4 അടി എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ എത്രത്തോളം സ്ട്രെങ്ത് വരുന്നുണ്ട്, ആ ഒരു നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണ്ണിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സ്ട്രക്ചർ എഞ്ചിനീയർ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. ഈ റാൻഡം റബിൾ എത്ര വിഡ്ത്ത് വേണം, അത് എത്ര ഡെപ്തിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കരിങ്കല്ല് കിട്ടുന്ന അല്ലെങ്കിൽ കരിങ്കല്ല് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കരിങ്കല്ലിന് ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റാൻഡം റബിൾ അല്ലെങ്കിൽ റബിൾ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നതാണ്. ലാറ്ററൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ മലബാർ റീജിയനിൽ അല്ലെങ്കിൽ ചെങ്കല്ല് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള, ചെങ്കല്ല് അബണ്ടൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഞങ്ങളുടെ മലബാർ ഭാഗങ്ങളിലൊക്കെ കോസ്റ്റൽ ലൈൻ അല്ലാതെ കുറച്ച് ഈ ചുവപ്പ് മണ്ണൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഫൗണ്ടേഷനിൽ നമ്മുടെ ഒത്തിരി പ്രൊജക്റ്റുകൾ നമ്മൾ ഇത്തരത്തിലുള്ള ചെങ്കല്ലൊക്കെ
പ്രതലൊക്കെ ആയിരിക്കും, അവിടുത്തെ പറമ്പ് എന്ന് പറയുന്നത് ഒരു ചെങ്കല്ലിൻ്റെ പ്രതലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റിൽ നമുക്ക് ഫൗണ്ടേഷൻ റാൻഡം റബിൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ചെങ്കല്ല് വെച്ച് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയും നമുക്ക് നല്ല ഉറപ്പുള്ള പാറയൊക്കെ ആണെങ്കിൽ പലപ്പോഴും 1 അടിയോ 1.5 അടിയോ 2 അടിയോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ഉണ്ടാവുക. അത് വയ്ക്കാൻ നമ്മുടെ സ്ട്രക്ചർ എഞ്ചിനീയർ നമുക്ക് സജസ്റ്റ് ചെയ്യും 1 നിലയുള്ള വീടാണോ അല്ലെങ്കിൽ 2 നിലയുള്ള വീടാണോ ഒക്കെ നോക്കിയിട്ട് ഇത് എത്ര ഡെപ്തിൽ വേണം. നല്ല ഉറപ്പുള്ള ഫൗണ്ടേഷൻ പറമ്പൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരു ഒറ്റ അടി മാത്രം കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും ഫൗണ്ടേഷനൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഇതും അഗെയിൻ ചെങ്കല്ല് അബണ്ടൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതും നല്ല ക്വാളിറ്റി നല്ല ഉറപ്പുള്ള ചെങ്കല്ലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ ചെയ്യാം. ഇതും നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പലപ്പോഴും ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സൈറ്റ് വരുന്ന സമയത്ത് കരിങ്കല്ല് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം മറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വേണം കരിങ്കല്ല് ട്രാൻസ്പോർട്ട് ചെയ്ത് സൈറ്റിലേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കരിങ്കല്ല് ഫൗണ്ടേഷൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ചെങ്കലിൻ്റെ ഫൗണ്ടേഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൊച്ചി എറണാകുളമൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത്രയും നമ്മളെ ഈ ഒരു ചെങ്കലിനെ പോലുള്ള ഉറപ്പുള്ള ഗ്രൗണ്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോഫ്റ്റ് സോയിൽ ആയിരിക്കും, അതായത് ചളിയുടെ പ്രസൻസ് ഉണ്ടാവില്ല, പക്ഷേ എന്നാൽ പോലും സോഫ്റ്റ് സോയിൽ ആയിരിക്കും. അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ബേസിക്കലി പലതരത്തിലുള്ള റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ഉണ്ട്. അഗെയിൻ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ലോഡും മണ്ണിൻ്റെ ടൈപ്പും എത്രയൊക്കെ ഡെപ്തിലാണ് നമുക്ക് അവിടെ എന്താ പറയുക ഒരു ഹാർഡ് സ്ട്രാറ്റ അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിനായിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഏതായാലും നിങ്ങൾ സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കുക. റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ RCC റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നൊക്കെ വിചാരിക്കുക. ബേസിക്കലി ചെയ്യുക നമ്മുടെ വീട് നിൽക്കുന്ന എൻ്റയർ പോർഷൻ അല്ലെങ്കിൽ ആ പറമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽ പോലെ നമ്മൾ ആ ഏരിയ മുഴുവൻ കോൺക്രീറ്റ്, അതായത് കമ്പിയും നമ്മൾ കോൺക്രീറ്റിനകത്ത് ഇടുന്ന റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്നാണ് പറയുക, ഇടുന്ന കമ്പിയും ആ കമ്പിക്കകത്ത് മുഴുവൻ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ആ ഒരു കോൺക്രീറ്റ് ബെഡ് പോലെ ഉണ്ടാവും. ആ ബെഡിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഒത്തിരി കോളംസ് ഇറക്ട് ചെയ്യും. നമ്മുടെ വീടിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഷേപ്പോ അനുസരിച്ചിട്ട് കോളംസ് ഇറക്ട് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2 സിമ്പിളായിട്ടുള്ള ഫൗണ്ടേഷൻസ് വിട്ട് നമ്മൾ കോൺക്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐസൊലേറ്റഡ് കോളം ഫൂട്ടിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഉറപ്പുള്ള ഭൂമിയാണെങ്കിൽ തന്നെ പലപ്പോഴും ഒരു G+2 3 ഒക്കെ ഫ്ലോറുകൾ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ബേസിക്കലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പീഡിയ മുറിയൊക്കെ പണി അല്ലെങ്കിൽ 2-3 നിലയുള്ള കടമുറിയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കുറേ പറമ്പിൽ ഒത്തിരി കുഴികൾ എടുക്കുന്നുണ്ടാവും. അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഒക്കെ ഒരു ബെഡ് പോലെ ഇട്ട് കോൺക്രീറ്റ് കുറേ കോളംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് സിമിലർ ആയിട്ട് ആ ഒരു ഏരിയ മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഒരു കോൺക്രീറ്റ് ബെഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിലായിരിക്കും കോളംസ് ഉണ്ടാക്കി വരുന്നുണ്ടാവുക. ഈ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നതോടുകൂടെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് കൂടും. കാരണം അതിൻ്റെ ലേബർ, സിമെൻറ്റിൻ്റെ എക്സ്പെൻസ്, അതുപോലെ തന്നെ അതിലേക്കുള്ള അഗ്രഗേറ്റും അതിലേക്കുള്ള എംസാൻഡും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു ലേബർ, അതിൻ്റെ മിക്സിംഗ് ഒക്കെ വരുന്ന എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ചാർജസും ഇതെല്ലാം വരുമ്പോഴേക്കും കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കൺസ്ട്രക്ഷനിലേക്ക് എൻ്റർ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നല്ല രീതിയിൽ ഹൈക്കാവും. പക്ഷേ ഇത്തരത്തിലുള്ള കണ്ടീഷനുള്ള ഭൂമികളിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതി വരുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഓപ്പണിങ്സ് മാത്രമുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കും ചെയ്യുക. നമ്മൾ ലോഡ് ബെയറിംഗ് ആൻഡ് ഫ്രെയിംഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏതായാലും അത് നമുക്ക് അടുത്തൊരു എന്താ പറയുക നമ്മുടെ പടവ് മേസണറി ചെയ്യുന്ന സ്റ്റേജിലേക്ക് ഞാനത് പറഞ്ഞുതരാം. ഏതായാലും ഇത് നിങ്ങൾ മനസ്സിലാക്കുക. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് അതായത് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വരുന്ന ഒരു ഫൗണ്ടേഷൻ രീതിയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പൈൽ ഫൗണ്ടേഷൻ എന്നാണ് വളരെ സിമ്പിളായിട്ട് പറയുക. ഈ പൈലിംഗ് എന്ന് പറയുമ്പോഴേക്കും പലതരത്തിലുള്ള പൈലിംഗ് ഉണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ഡീപ്പായിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാലങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വലിയ എന്താ പറയുക കമ്പിയൊക്കെ ഇത് ചെയ്തിട്ട് വലിയ കോളംസ് ഉള്ളിലേക്ക് ഇറക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് ഇറക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഒത്തിരി ഫ്ലോറുകളുള്ള ബിൽഡിംഗ് ചെയ്യുമ്പോഴേക്കും അവിടെ സൈറ്റിൽ പൈലിംഗ് ചെയ്യാണ്, വലിയ മെഷീനറി ഒക്കെ വന്നിട്ട് കുറേ സാധനങ്ങൾ ഇടിച്ചിറക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള നമുക്ക് ഒരു കായലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഭയങ്കര സ്ലോപ്പായിട്ടുള്ള ഒരു ടെറൈനിൽ അല്ലെങ്കിൽ മാർഷി ആയിട്ടുള്ള അല്ലെങ്കിൽ ചളിയൊക്കെ പിടിച്ചിട്ടുള്ള ഒത്തിരി ചളിയും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഹാർഡ് സ്ട്രാറ്റ ഒത്തിരി ഡീപ്പർ സ്റ്റേജിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എവിടെയാണോ ഹാർഡ് സ്ട്രാറ്റ കിട്ടുന്നത് അതിലേക്ക് നമ്മൾ ഈ പൈലിനെ ഇറക്കി വെക്കും. എന്നിട്ട് ആ പൈലിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ ബിൽഡിങ്ങിനെ നിർത്തുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ബുർജ് ഖലീഫ പോലത്തെയൊക്കെ ബിൽഡിങ്ങുകൾ, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ കൊച്ചി ആലപ്പുഴയൊക്കെ ഭാഗത്ത് കായലിൻ്റെ സൈഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തെങ്ങിൻ്റെ തടികൾ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബിൽഡിംഗ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ പലതരത്തിലുള്ള പൈലിങ്ങിൻ്റെ പലതരത്തിലുള്ള ടൈപ്സ്
ഓഫ് പൈലിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതും അഗെയിൻ നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്കിനി ഏതൊക്കെ തരത്തിലുള്ള പ്ലോട്ടിലാണ് ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻസ് വേണ്ടി വരിക, അപ്പോൾ നിങ്ങൾ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പറമ്പിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ നേച്ചറിനെ കുറിച്ച് കൂടെ ഞാൻ പറഞ്ഞു. നമ്മൾ പറമ്പ് ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുഴിയായിട്ടുള്ള സ്ഥലം, അത് ഫില്ല് ചെയ്തതായിട്ടുള്ള സ്ഥലങ്ങളോ, അതിന് എത്ര നാൾ കഴിഞ്ഞതായാലും ഒരു കുഴിയായിട്ട് കിടന്ന സ്ഥലത്ത് എവിടെന്നെങ്കിലും മണ്ണ് കൊണ്ടുവന്ന് നിറച്ച രീതിയിലൊക്കെ ഉള്ള സൈറ്റുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഹാർഡ് സോയിൽ, നമ്മുടെ ഒരു ലാറ്ററൈറ്റ്, നമ്മുടെ ചുവപ്പ് കളറുള്ള നല്ല ഉറപ്പുള്ള മണ്ണുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇനി ചുവപ്പല്ലെങ്കിൽ അതായത് ലാറ്ററൈറ്റ് രീതിയിലുള്ള സോയിൽ അല്ലെങ്കിലും ഹാർഡർ ആയിട്ടുള്ള സോയിലുള്ള ഭൂമികൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ വളരെ സിമ്പിളായിട്ട് ഷാലോ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യാം. അതുവഴി നല്ല രീതിയിൽ ഫൗണ്ടേഷൻ്റെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെളി പിടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഡീപ്പർ ആയിട്ടുള്ള അതായത് ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഹാർഡ് സ്ട്രാറ്റ്, നല്ല ഉറപ്പുള്ളൊരു പ്രതലം കിട്ടണം. അവിടേക്കാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ കൊണ്ടുപോയി ഇറക്കി വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഡീപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ വരുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു തറ ഫൗണ്ടേഷൻ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കോസ്റ്റ് കുറയണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡ് ചൂസ് ചെയ്യുക. കാരണം ഏതെങ്കിലും രീതിയിലുള്ള സ്ലോപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റോഡ് ലെവലിനെക്കാട്ടിലും താന്നൊക്കെ ഇരിക്കുന്ന പറമ്പൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ റോഡിനെക്കാട്ടിലും പൊക്കത്തിൽ നമ്മുടെ തറ കെട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് വരും. നമ്മുടെ ഫൗണ്ടേഷൻ ഇനി ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ അവിടുന്ന് കെട്ടി നമ്മുടെ റോഡ് ലെവലിലേക്ക് അത്രയും ഫൗണ്ടേഷൻ കെട്ടി പൊങ്ങുന്ന അത്രയും വലിയൊരു കോസ്റ്റ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെരിവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴേക്കും അവിടെ ഹാർഡ് സ്ട്രാറ്റ ചിലപ്പോൾ നേരെ മുകളിൽ തന്നെ ചെറിയ ഷാലോ ഡെപ്തിൽ തന്നെ നമുക്ക് കിട്ടില്ല, കുറച്ച് ഒത്തിരി താഴത്തേക്ക് പോകേണ്ടി വരും. അത് തീരെ മോശം കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പൈലിങ്ങിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് ഐസൊലേറ്റഡ് ഡീപ്പ് ഫൗണ്ടേഷനിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അതൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ഫൗണ്ടേഷനിലെ കോസ്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ടാകും. ഒരേ സമയം തന്നെ നമുക്കിതിൻ്റെ മറു സൈഡ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ കാര്യങ്ങൾ നിൽക്കണം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ലോ ആയിട്ടുള്ള വാട്ടർ ടേബിൾ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഹൈ വാട്ടർ ടേബിളുള്ള, അതായത് ഇപ്പോൾ കോസ്റ്റൽ അടുത്തായിട്ടുള്ള സ്ഥലങ്ങൾ, പാടത്തിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഹൈ വാട്ടർ ടേബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പിറ്റെടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കോൺക്രീറ്റിനകത്തേക്ക് വരുന്ന ആഡ്മിക്സ്റ്റേഴ്സ് നമ്മൾ ഒത്തിരി എന്താ പറയുക, സ്പെസിഫിക് ആയിട്ടുള്ള ആഡ്മിക്സ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇത് അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കാപ്പിലറൈസ് വന്നിട്ട് നമ്മുടെ വാൾസിലും അതുപോലെ തന്നെ നമ്മുടെ ഈ കോളത്തിലൊക്കെ കാപ്പിലറൈസിൻ്റെ എഫക്റ്റ്, അതായത് ഡാംപ്നെസ് കാണാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ പറമ്പിലേക്കുള്ള ഒരു ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ലോറികൾ മാത്രമേ നിങ്ങളുടെ സൈറ്റിലേക്ക് വരുമെന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഈ ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു കോസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ 1 യൂണിറ്റ് വണ്ടി 2 യൂണിറ്റ് വണ്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് വണ്ടി എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ലോറി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 യൂണിറ്റ് ആണ് നമ്മുടെ മെറ്റീരിയൽ കയറുന്നത് വിചാരിക്കും. അതിന് വരുന്ന കോസ്റ്റ് നിങ്ങളൊരു 2 യൂണിറ്റ് ഈ ഒരു വണ്ടി ട്രാൻസ്പോർട്ടേഷൻ വരുന്ന സമയത്ത് അതിനുള്ള കോസ്റ്റ് നിങ്ങൾ 2 തവണയായിട്ട് കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് ഒരു 3 യൂണിറ്റോ അല്ലെങ്കിൽ 5 യൂണിറ്റോ ഒക്കെ ഉള്ള വലിയ ടിപ്പറൊക്കെ പോലത്തെ ലോറികൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു യൂണിറ്റിൻ്റെ 2 വണ്ടി നിങ്ങളുടെ പറമ്പിലേക്ക് മെറ്റീരിയലായിട്ട് വരുന്ന കോസ്റ്റിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5 യൂണിറ്റ് വണ്ടി നിങ്ങളുടെ സൈറ്റിലേക്ക് മെറ്റീരിയൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈൻ തന്നെയാണ്. നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ബഡ്ജറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഡിസൈൻ വളരെ സിമ്പിളായിട്ട് നിർത്തുക, സിമ്പിളായിട്ടുള്ള ഫിനിഷസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അതിലുള്ള ഓപ്പണിങ്സ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും വലിയ ഓപ്പണിങ്സ് കൊടുക്കുന്നതിന് പകരം ചെറിയ ഓപ്പണിങ്സ്, ഒരു നിര പോലെ ചെറിയ ഓപ്പണിങ്സ്, കുറേ ചെറിയ ഓപ്പണിങ്ങുകൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുക. കാരണം നിങ്ങൾ ഒത്തിരി വലിയൊരു ഓപ്പണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒത്തിരി വലിയ ബീമുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒത്തിരി വലിയ ബീമുകൾ വരുമ്പോഴേക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ കോളംസ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള കോളം വരുന്ന സമയത്ത് അതിന് ഫൂട്ടിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൗണ്ടേഷൻ തൊട്ടേ ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫൗണ്ടേഷൻ്റെ കോസ്റ്റും നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റഡ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ
ചെറിയ സൈസസിൽ എന്നാൽ അതിൻ്റെ നമ്പർ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വെന്റിലേഷൻ കിട്ടുന്നത് കുറയ്ക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു വലിയ ഓപ്പണിംഗ് എന്നുള്ളതിന് പകരം അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കുറേ ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ലിൻഡിലൊക്കെ ചെയ്യാം. ലോഡ് ബെയറിംഗ് ആയിട്ട് തന്നെ നിങ്ങളെ സ്ട്രക്ചർ നിങ്ങൾക്ക് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ തറപ്പണി തൊട്ട് നമ്മുടെ ഡിസൈൻ ഏത് സ്റ്റേജിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ തറപ്പണി തൊട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ ബഡ്ജറ്റഡ് ആക്കി കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസിലൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.